ആദ്യം ശംഖുവിലേക്ക് പോവുകയാണ്. ശംഖു, ഹരിയാനയിലെ വിജയത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ജനവിധിയാണ് ഇന്ന്. ഹരിയാനയിൽ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ജമ്മു കാശ്മീരിലെ ജനവിധിയും BJP സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം തരുന്ന, വലിയ പ്രത്യാശ തരുന്ന, വലിയ സന്തോഷത്തിന് നേടിത്തരുന്നിട്ടുള്ള ജനവിധികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഹരിയാനയിലെ വിധിയെ നമ്മൾ എടുത്തു തന്നെ പറയണം. കാരണം രാജ്യത്തെ എല്ലാ എക്സിറ്റ് പോളുകളെയും എല്ലാ നിരീക്ഷകന്മാരുടെ അഭിപ്രായങ്ങളെയും മറികടന്നുകൊണ്ടുള്ള ഒരു വിധിയാണ് ഹരിയാനയിലെ ജനങ്ങൾ BJP-യിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നലെ വരെ കണ്ടിട്ടുള്ള എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞിരുന്നത് ഇത്തവണ BJP-യുടെ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയും ചെയ്യും എന്നുള്ളതായിരുന്നു. അതിന് 4-5 കാരണങ്ങൾ, വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ ഈ പറയുന്ന ഏജൻസികളെല്ലാം, സെഫോളജിസ്റ്റുകളെല്ലാം നിരത്തുന്നുണ്ടായിരുന്നു. ഏറ്റവും ശക്തമായിട്ട് ആന്റി ഇൻക്യുമൻസി ഫാക്ടർ അവിടെയുണ്ട്. തുടർച്ചയായിട്ട് 10 കൊല്ലമായിട്ട് BJP-യുടെ ഭരണമാണ്. 2014 മുതൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു മാറ്റം സ്വാഭാവികമായി തന്നെ ഇലക്ട്രേറ്റ് ആഗ്രഹിക്കും എന്നൊരു ഘടകം അവിടെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ഫാർമേഴ്സ് പ്രൊട്ടസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഹരിയാന വളരെ പ്രധാനപ്പെട്ട ഒരു കാർഷിക സംസ്ഥാനമാണ്. പഞ്ചാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക സംസ്ഥാനം ഹരിയാന തന്നെയാണ്. അരിയുടെയും ഗോതമ്പിന്റെയും പ്രധാനപ്പെട്ട ഉത്പാദകരിൽ ഒരാളാണ്. അപ്പൊ കർഷക നിയമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പ്രതിഷേധങ്ങളുടെ യഥാർത്ഥ ചൂട് ഹരിയാനയിൽ നിന്നാവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഈ ഗുസ്തി പ്രതിഷേധത്തിന്റെ, ഈ റെസ്ലേഴ്സ് പ്രൊട്ടസ്റ്റിന്റെ ഒരു പീഠഭൂമി തന്നെയാണ് ഹരിയാന. നമ്മുടെ 90% ഗുസ്തിക്കാരും ഹരിയാന സംസ്ഥാനത്ത് വരുന്നവരാണ്. എനിക്ക് ഈ റെസ്ലേഴ്സ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹരിയാനവി ഇഷ്യൂ ആണ്, ഹരിയാന ബേസ്ഡ് ഇഷ്യൂ ആണ്. അപ്പോ അതിന്റെ ഒരു പ്രതിഷേധം, പ്രത്യേകിച്ച് മിനീഷ് ഫോഗട്ടിനെ പോലെ ഒരു ഗുസ്തിക്കാരി തന്നെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന സാഹചര്യത്തിൽ അത് BJP-ക്ക് തിരിച്ചടിയാവുമെന്ന് പറഞ്ഞിരുന്നു. അഗ്നിവീർ സ്കീമിനെതിരെ വലിയ തോതിലുള്ള ജനരോഷമുണ്ട്. അഗ്നിവീർ സ്കീമിനെതിരെയുള്ള ചെറുപ്പക്കാരുടെ രോഷം BJP-ക്ക് എതിരായിട്ടുള്ള ജനവിധിയായി മാറും. അൺഎംപ്ലോയ്മെന്റിനെതിരെയുള്ള പ്രതിഷേധം, തൊഴിലില്ലായ്മ നിരക്കുമായി ബന്ധപ്പെട്ട പ്രതിഷേധം വരുമെന്ന് പറഞ്ഞിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 10 സീറ്റ് മേടിച്ച സ്ഥലത്ത് ഇത്തവണ 5 സീറ്റേ BJP-ക്ക് കിട്ടിയിട്ടുള്ളൂ. മാത്രമല്ല അവസാന നിമിഷത്തിൽ BJP-യുടെ സഖ്യം പിളരുകയുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ ജനനായക് ജനതാ പാർട്ടിയുമായി, ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടിയുമായി സഖ്യത്തിലായിരുന്നു BJP ഭരിച്ചിരുന്നത്. ഇത്തവണ സഖ്യം പിരിഞ്ഞ് BJP ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നേരിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ദുഷ്യന്ത് ചൌട്ടാലയുടെ പാർട്ടി JJP ഇത്തവണ ചന്ദ്രശേഖർ ആസാദ് രാവണനുമായി സഖ്യം ഉണ്ടാക്കിക്കൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ വളരെ പരിചയസമ്പന്നമായിട്ടൊരു നിരയെ നിരത്തിയാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. എന്നാൽ അവസാന നിമിഷത്തിൽ മനോഹർലാൽ ഖട്ടർ മാറിയിട്ട് നയബ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരു താരതമ്യേന പുതിയ മുഖമാണ് BJP-യെ നയിക്കുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നിരത്തിക്കൊണ്ട് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണെന്ന് എല്ലാവരും ഏകപക്ഷീയമായി പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് 3ാം തവണയും അത്ഭുതകരമായിട്ടുള്ള, കൂടുതൽ കരുത്തോട് കൂടിയിട്ടുള്ള ഒരു മടങ്ങിവരവ് BJP നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 40 സീറ്റാണ് BJP നേടിയതെങ്കിൽ ഇത്തവണ ഞാൻ അവസാനം നോക്കിയപ്പോൾ 50 സീറ്റിനോട് അടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ തവണത്തെക്കാൾ മെച്ചപ്പെട്ട പ്രകടനം ഹരിയാനയിൽ നടത്താൻ സാധിച്ചു. എല്ലാ വിദഗ്ധന്മാരുടെയും അഭിപ്രായങ്ങളെ മറികടന്നുകൊണ്ട് ജനങ്ങൾ ഇപ്പോഴും BJP-യോടൊപ്പം അടിയുറച്ചു നിൽക്കുന്നു. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു വലിയ നരേഷൻ ഉണ്ടായിരുന്നു. കാരണം BJP-ക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിച്ചില്ല. 2014-ലോ 2019-ലോ ഉണ്ടായതുപോലെ ഒറ്റയ്ക്ക് സിമ്പിൾ മെജോറിറ്റി അറ്റൈൻ ചെയ്യാൻ സാധിച്ചില്ല. അവിടുന്ന് BJP-യുടെ ഒരു ഡൗൺഫാൾ തുടങ്ങുകയാണ്. BJP-യെ ജനങ്ങൾ കൈയൊഴിഞ്ഞു തുടങ്ങുകയാണ്. ഇനി അങ്ങോട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഈ ട്രെൻഡിന്റെ തുടർച്ച കാണാൻ സാധിക്കും. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും അധികാരം പിടിക്കുന്ന ഒരു ട്രെൻഡ് ആയിരിക്കും തുടങ്ങി വെക്കുക. അതിൽ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഇവരെ കുറ്റുനോക്കിയിരുന്ന ഒരു സ്ഥലമായിരുന്നു ഹരിയാന എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഹരിയാനയിൽ രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ സ്ഥലങ്ങളിലെല്ലാം ജാട്ട് ജിലേബി ഫോർമുല വർക്കൗട്ട് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തിയ മണ്ഡലങ്ങളിലെല്ലാം കോൺഗ്രസ് പുറകോട്ട് പോയപ്പോ യോഗി ആദിത്യനാഥും നരേന്ദ്രമോദിയും പ്രചരണം നടത്തിയിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം BJP ജയിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ ഹരിയാനയിൽ വളരെ വലിയൊരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഗുഡ് ഗവർണൻസിന്റെ, ഡബിൾ എഞ്ചിൻ ഗവൺമെന്റിന്റെ വിജയമാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഹരിയാനയെ മാറ്റിമറിക്കാൻ വേണ്ടി BJP നടത്തിയിട്ടുള്ള പദ്ധതികളുടെ, ജനോപകാരമായിട്ടുള്ള പദ്ധതികളുടെ കൂടി വിജയമാണ്. നമുക്കറിയാം, ഒരു ജംഗിൾ രാജ് നിലനിന്നിരുന്ന സ്ഥലമാണ് ഹരിയാന എന്ന് പറയുന്നത്. ഈ ഹൈവേ റോബറീസിനൊക്കെ പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ലോ ആൻഡ് ഓർഡർ ഉറപ്പുവരുത്തിക്കൊണ്ട് അഴിമതിയില്ലാത്ത ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ഗവർണൻസ് സാധ്യമാണ്. മനോഹർലാൽ ഖട്ടറിനെ ജൂനിയർ മോഡി എന്നാണ് പലപ്പോഴും വിളിക്കാറുള്ളത്. കാരണം അദ്ദേഹം നരേന്ദ്രമോദിയുടെ അതേ ജീവിത ശൈലി പിന്തുടരുന്ന ഒരാളാണ്. കുടുംബവും കുട്ടികളോ ഒന്നും ഇല്ലാത്ത, രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ജീവിതമാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഭൂപേന്ദ്ര സിംഗ് ഹൂഡയൊക്കെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഹരിയാനയിലേക്ക് സർക്കാർ ഓഫീസുകളിൽ ആളുകൾ 12 മണിക്കാണ് ജോലിക്ക് വന്നിരുന്നത്.
ഇത്തവണ മനോഹർലാൽ ഖട്ടർ വന്നതിന് ശേഷം വരുത്തിയ വലിയൊരു പരിവർത്തനം എന്ന് പറയുന്നത് 8 മണിക്ക് അദ്ദേഹം ഓഫീസിലെത്തും. അത് ഹൂഡയ്ക്ക് മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ ഓഫീസിൽ പോകുന്ന പതിവേ ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതി തന്നെ ഓഫീസായി കൺവേർട്ട് ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാരെ അങ്ങോട്ട് വിളിക്കുന്ന ട്രെൻഡാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് മാറ്റിയിട്ട് സെക്രട്ടേറിയറ്റിൽ കൃത്യം 8 മണിക്ക് എത്തുന്ന മുഖ്യമന്ത്രി. ഇതുകൊണ്ട് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നേരത്തെ വരാൻ നിർബന്ധിതരായി. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നോക്കിയപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യഘട്ടത്തിൽ എണ്ണുന്നത് പോസ്റ്റൽ വോട്ടാണ്. പോസ്റ്റൽ വോട്ട് ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ കൊണ്ട് കൃത്യമായിട്ട് പണിയെടുപ്പിക്കുന്ന സർക്കാർ ഉണ്ടാവുന്നത് വിഷമമാണ് എന്നുള്ള ട്രെൻഡാണ് അത് കാണിച്ചിട്ടുള്ളത്. ലോ ആൻഡ് ഓർഡറിന്റെ കാര്യത്തിൽ, ജനോപകാര പദ്ധതികളുടെ കാര്യത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനം ഹരിയാനയാണ്. നമ്മുടെ നാട്ടിൽ 1600 രൂപ സാമൂഹ്യ പെൻഷൻ കൊടുക്കുന്നത് 5 ഗഡുവായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. 6 മാസം വൈകിയാണ് കൊടുക്കുന്നത്, പകുതിയാണ് കൊടുക്കുന്നതെങ്കിൽ 3000 രൂപ ഈ പറയുന്ന വികലാംഗർക്ക് അല്ലെങ്കിൽ വിധവകൾക്ക്, കുട്ടികൾക്കൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. 24ഓളം കാർഷിക ഇനങ്ങൾക്ക് MSP ഉറപ്പുവരുത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഹരിയാന. അപ്പൊ ആ രീതിയിലുള്ള കേന്ദ്രത്തിലും സംസ്ഥാനത്തും ഒരേ ഐഡിയോളജി പിന്തുടരുന്ന സർക്കാർ ഉണ്ടാവുന്നതിന്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന. ആ രീതിയിലുള്ള ഡബിൾ എഞ്ചിൻ ഗവൺമെന്റിന്റെ പെർഫോമൻസ് ആണ് 15ാം വർഷത്തിലേക്ക് തുടർച്ചയായിട്ട് BJP സർക്കാരിനെ ഹരിയാനയിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം. അത് വലിയ വിജയമാണ്, അത് വലിയ രാഷ്ട്രീയ വിജയമാണ്. അതിൽ തീർച്ചയായിട്ടും ആഹ്ലാദമുണ്ട്. അതേസമയം ജമ്മു ആൻഡ് കാശ്മീരിൽ BJPക്ക് എന്തോ തിരിച്ചടി ഉണ്ടായിട്ടുള്ള പോലെ ചില മാധ്യമങ്ങൾ, കാരണം രാവിലെ തൊട്ട് വലിയ ആഹ്ലാദത്തിലായിരുന്നു. ഹരിയാനയിൽ കോൺഗ്രസ് ജയിച്ചതുകൊണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. 12 മണിയായപ്പോൾ ട്രെൻഡ് മാറി, ഹരിയാനയിൽ BJP വന്നു. അതോടുകൂടി ഹരിയാനയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ അവസാനിപ്പിച്ചിട്ട് ഗോതമ്പ് പാടങ്ങളിൽ താമരയുടെ തണ്ടൊടിഞ്ഞു എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ പെട്ടെന്ന് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ അതാ ജനാധിപത്യം പൂത്തെളിഞ്ഞു എന്നാ പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കൂ, ജമ്മു ആൻഡ് കാശ്മീരില് ഞാനും കളക്ടറേമാനും കൂടിയിട്ട് 50,000 രൂപ ശമ്പളം മേടിക്കുന്നുണ്ടെന്ന് ശിപ്പായി പറയുന്നത് പോലെ ഞാനും നാഷണൽ കോൺഫറൻസ് കൂടിയിട്ട് 50 സീറ്റ് കിട്ടി എന്ന് പറയുന്ന കോൺഗ്രസ്, INDAയുടെ മുന്നണി അധികാരത്തിൽ വന്നു പറഞ്ഞ കോൺഗ്രസ് ജമ്മു കാശ്മീരിൽ എന്താ ചെയ്ത് 38 സീറ്റിൽ മത്സരിച്ചിട്ട് 5 സീറ്റിലാണ് അവർ ആകെ ജയിച്ചിരിക്കുന്നത്. അതായത് നാഷണൽ കോൺഫറൻസിന്റെ കംപ്ലീറ്റ് ഡോമിനേഷനിൽ ഒരു ചെറിയ ജൂനിയർ കക്ഷിയായിട്ട് ആ വിജയത്തിന്റെ ക്ലെയിം ഉന്നയിക്കുകയാണ്. BJPയുമായി താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസ് അവിടെ നിലംപരിശായിട്ടുള്ള സാഹചര്യമാണ്. BJP അവിടെ 29 സീറ്റുകളിൽ വിജയിച്ചിട്ടുണ്ട്. ജമ്മു മേഖലയിൽ പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട്. നമ്മൾ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് അവിടെ 26% വോട്ടുണ്ട്, കോൺഗ്രസിന് 11% വോട്ടേ ഉള്ളൂ. സീറ്റ് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ 7 സീറ്റ് ഷെയറേ കോൺഗ്രസിന് അവിടെ ഉള്ളൂ. BJPക്ക് 28 സീറ്റ് ഉണ്ടെങ്കിൽ കോൺഗ്രസിന് 4-5 സീറ്റുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ള മണ്ഡലങ്ങളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ 9 മണ്ഡലങ്ങളിൽ BJP കേവലം 2000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ജമ്മു ആൻഡ് കാശ്മീർ മേഖലയുടെ സമ്പൂർണ്ണമായിട്ടുള്ള സമഗ്രാധിപത്യം BJPക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. കാശ്മീർ മേഖലയിൽ മാത്രമാണ് നാഷണൽ കോൺഫറൻസ് പാരമ്പര്യമായി തന്നെ പ്രാദേശികവാദം ഉന്നയിക്കുന്ന പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ശീലമാണ് അവിടെ ഉള്ളത്. ദേശീയ പാർട്ടികൾക്ക് വിജയിക്കാൻ പറ്റാറില്ല. എന്നാൽ ദേശീയ പാർട്ടികൾ തമ്മിലുള്ള മത്സരത്തിൽ BJP ബഹുദൂരം മുന്നിലാണ്, കോൺഗ്രസ് മത്സരത്തിൽ പോലും ഇല്ല എന്ന സാഹചര്യമാണ് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീരിൽ കാണുന്നത്. ജമ്മു കാശ്മീരിൽ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെ BJPയുടെ വിജയമാണ്. 2014 ശേഷം ആദ്യമായിട്ടാണ്, 10 വർഷത്തിന് ശേഷമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ മുഫ്തി മുഹമ്മദ് സയ്യിദിന്റെയും BJPയുടെയും സഖ്യകക്ഷിയാണ് അധികാരത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം മെഹബൂബ മുഫ്തി മുഖ്യമന്ത്രിയായതും പിന്നീട് പ്രസിഡൻസ് ബോർഡ് ഉണ്ടായതൊക്കെ നമുക്കറിയാം. അതിനുശേഷം ആർട്ടിക്കിൾ 370 അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം ഇത്രയും വലിയ പ്രതിഷേധങ്ങളുടെയും ഇത്രയും വലിയ രാജ്യവ്യാപകമായിട്ടുള്ള സമര കോലാഹലിന്റെയും ഒക്കെ അവസാനത്തിൽ അവിടെ വളരെ സുതാര്യമായി, അവിടെ വളരെ സുരക്ഷിതമായി ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ വലിയ അളവിലുള്ള വോട്ടർ ടേൺഔട്ട് ഉണ്ടായി. അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. അവിടെ ഇതാ ഏറ്റവും സമാധാനപരമായി തന്നെ ഫലപ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ആ ഫലപ്രഖ്യാപനം വന്നപ്പോൾ 25% വോട്ട് അവിടെ BJPക്ക് ഉണ്ട്. BJPയുടെ ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട JNK പെർഫോമൻസ് ആണിത്. ഇതിനു മുൻപ് പോലും JNKയിൽ BJP ഇത്രയും കൂടുതൽ സീറ്റോ വോട്ടോ നേടിയിട്ടില്ല. അപ്പൊ BJP അതിന്റെ ഓൾ ടൈം ഹൈ ജമ്മു കാശ്മീരിൽ അറ്റൈൻ ചെയ്തിരിക്കുന്നു. 29 സീറ്റുകൾ നേടിയിരിക്കുന്നു, 25% വോട്ടുകൾ നേടിയിരിക്കുന്നു, കോൺഗ്രസിനെ ബഹുദൂരം പിന്നിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഹരിയാനയിലും ജമ്മു കാശ്മീരിലെയും ട്രെൻഡ് നമ്മളോട് പറയുന്നത് BJP is here to stay. ഉടനെയൊന്നും BJPയുടെ സർക്കാർ മാറുമെന്നോ ജനങ്ങൾ BJPയെ കൈയൊഴിയുമെന്നോ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു ബദൽ ഭരണ സംവിധാനം ഇവിടെ വരുമെന്നോ ആരും വ്യാമോഹിക്കേണ്ട ആവശ്യമില്ല. BJP ഇപ്പോഴും വളരെ ശക്തമായി തന്നെ ഇലക്ട്രൽ ഗ്രൗണ്ടിൽ നിലനിൽക്കുന്നുണ്ട്. അവരെ ജനങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിൽ എടുക്കുന്നുണ്ട്. വലിയ അളവിലുള്ള ജനപിന്തുണ BJP ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. ആ തുടർച്ച, ആ പ്രയാണം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ളതാണ് എന്റെ വായന.